പെട്ടെന്നാട്ടെ. ആ ചേട്ടനും വന്നല്ലോ. മോനെ. ഇങ്ങട് വെള്ളം പൈപ്പോളൊന്നും കുടിച്ചേക്കരുത് കേട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം. എടാ മോനെ, അതെ, ആണും പെണ്ണുമായിട്ട് നീ ഒരുത്തനല്ലേ ഞങ്ങൾക്കുള്ളൂ, അതുകൊണ്ടാ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. പെട്ടെന്ന് നടക്ക്, പെട്ടെന്ന്. മോനേട്ടാ, അച്ഛൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ശരി. മോന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇവനെ കുറിച്ച് മാഷന്മാർക്കൊക്കെ നല്ല അഭിപ്രായമാ. പഠിച്ചാലും എടുക്കാനാവണം. സമയം ഒരുപാടായി, ബസ് ഇപ്പൊ വരും. ശരി. വാമനെ, പെട്ടെന്ന് നടക്ക്. അമ്മ, ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ഇതിനെവിടുന്ന് കിട്ടി മോനെ? ബസ് ഇറങ്ങിയപ്പോ കിട്ടിയതാ അമ്മ. എല്ലാം കഴിക്കാൻ കൊടുക്ക്. ഓഹോ, എടുത്തോണ്ട് വരാം. ഇതാ കൊടുക്ക്. അയ്യോ, നീ എന്നെ കടിച്ചല്ലേ? നിനക്ക് ഞാൻ തരാം കേട്ടാ. കണ്ണന്റെ അമ്മേ, കണ്ണന്റെ അമ്മേ, എന്താ മോനെ? കണ്ണന് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി മോനെ? എന്താ മോനെ? ഒന്നുമില്ല അമ്മ, ഒരു പനി, ചെറിയ തൊണ്ടവേദനയുണ്ട്. അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. വാ മോൻ, വാ, വന്ന് കിടക്ക്. അമ്മ നെറ്റി തുണി നനച്ചിട്ട് തരാം. എന്നിട്ട് അച്ഛൻ വന്നിട്ട് നമുക്ക് ആശുപത്രി പോകാം. സാരമില്ല മോനെ, അച്ഛൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോവാം. എന്താ? മോന് നല്ല സുഖമില്ല, ഡോക്ടറെ കാണിക്കണം. അയ്യോ മോനെ, നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ പോകാം. ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വരാം. മോന് നല്ല ചൂടുണ്ട്, തൊണ്ടവേദന ഉണ്ടെന്ന് പറയുന്നു. നോക്കട്ടെ. തിരിഞ്ഞിരിക്കുമോൻ. ശ്വാസം വലിച്ചു വിട്ടെ. തൊണ്ടവേദന എന്നാണല്ലോ പറഞ്ഞത്. ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. സാരമില്ല, ഒരു 2 ദിവസം ഒന്ന് വിശ്രമിക്കട്ടെ. ഞാൻ ചെറിയ 2 ടാബ്ലറ്റ് എഴുതാം, അതൊന്ന് കൊടുക്കണേ. ആയിക്കോട്ടെ.
ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. ഗുളിക ആഹാരത്തിന് ശേഷം വേണം കൊടുക്കാൻ. ശരി. കുഞ്ഞല്ലേ, സാരമില്ല, 2 ദിവസം വിശ്രമിക്കട്ടെ, മാറും. സന്തോഷം. വാ മോനെ. ചെല്ലു മോനെ. ഡേ, കുറച്ച് വെള്ളം എടുക്ക്. ഇരിക്കെ. ദാ വെള്ളം. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഗുളിക ഒന്ന് വിട്ടു. ആ മോൻ വെള്ളം കുടിക്കും. എനിക്ക് വേണ്ടമ്മ. ഗുളിക കഴിക്കണ്ടേ മോനെ? ദേ കുടിക്കേ. കുടിക്കേ. കുടിക്ക് കുടിക്കേ. ഗുളിക കഴിക്കണ്ടേ? കുടിക്കേ. എനിക്ക് വേണ്ട. മോനെ മോനെ എന്താ? വെള്ളം കാണുമ്പോഴാണ് ഭയമെങ്കിൽ പേബാധയുണ്ടോന്ന് സംശയിക്കണം. മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിക്കണം. മോനെ കണ്ണ, മോനെ മോനെ. മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്നതും മനുഷ്യവാസമുള്ളിടത്ത് ജീവിക്കുന്നതുമായ അനേകം ജീവികൾ മനുഷ്യരുടെ അന്തകരായി തീരുന്ന ഇത്തരം കഥകൾ നാം നിത്യവും കാണുകയാണ്, അനുഭവിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നാം ശ്രദ്ധാപൂർവം നീങ്ങേണ്ടതുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ പ്രമാണം. സാമൂഹ്യ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന ഒരു വലിയ പ്രശ്നമായി ജന്തുജന്യ രോഗങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും അതിനേക്കാളുപരി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗങ്ങളെയാണ് ഈ ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോട്ടിക് രോഗങ്ങളെന്ന് വിളിക്കുന്നത്. ഏതാണ്ട് 300-ലധികം രോഗങ്ങൾ ഇന്ന് ഈ കൂട്ടത്തിലുള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. പേവിഷബാധ മനുഷ്യരിലേക്ക് പകർത്തുന്നത് നായ്ക്കൾ മാത്രമല്ല എന്നതാണ് സത്യം. ഒരു ദേശീയ ശരാശരി നോക്കിയാൽ 95% നായ്ക്കളിൽ നിന്നും 3% പൂച്ചകളിൽ നിന്നും ബാക്കി മങ്കി, കുരങ്ങ് മുതലായ മൃഗങ്ങളിൽ നിന്നുമാണ് പകരുന്നത്. പേനായ്ക്കളുടെ കടികളിലൂടെ മാത്രമല്ല പേവിഷരോഗം മനുഷ്യരിലേക്ക് പകരുക. സാധാരണഗതിയിൽ ശരീരത്തിലെ എല്ലാ സ്രവങ്ങളിൽ കൂടെ ഈ പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസുകൾ പകരാൻ സാധ്യതയുണ്ട്. നായയുടെ കടി, അതേപോലെ തന്നെ നായ മാന്തുവോ നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും ഫ്രഷായിട്ടുള്ള മുറിപ്പാടുകൾ ഉണ്ടാവുകയും അതിനകത്ത് പേവിഷബാധയുള്ള നായ്ക്കളുടെ ഉമിനീര് പറ്റുകയോ പൂച്ച മാന്തുകയോ, ആ പേവിഷബാധയുള്ള പൂച്ചയാണെങ്കിൽ ആ നഖത്തിൻ്റെ ഇടയിൽ ഉമിനീരിൻ്റെ അംശം ഉണ്ടെങ്കിലും ഒക്കെ പകരാം. പേനായ്ക്കളെ തിരിച്ചറിയുക എന്നത് പലപ്പോഴും പ്രയാസകരമാണ്. ചിലവ രൗദ്ര സ്വഭാവം കാട്ടുമ്പോൾ മറ്റു ചിലവ മൂക സ്വഭാവമാകും കാട്ടുക. രൗദ്രഭാഗത്തിലുള്ള രോഗമാണെങ്കിൽ വഴി കാണുന്ന എല്ലാത്തിനെയും കടിച്ചുകൊണ്ടങ്ങ് പോകും. അതൊരു ഫെറോഷ്യസ് ടൈപ്പ് ഓഫ് അനിമലിനെ ആയിരിക്കും നമ്മൾ കാണുക. മൂകഭാവത്തിലുള്ള രോഗമാണെങ്കിൽ നായ്ക്കളെ ഏതെങ്കിലും ഒരു ഇരുണ്ട കോർണറിൽ അല്ലെ സോഫയുടെ അടിയിൽ ഇങ്ങനെയൊക്കെ ഒതുങ്ങിയിരിക്കുകയും പിൻഭാഗം മുതലുള്ള തളർവാദം വരികയും അത് മുന്നോട്ട് വ്യാപിക്കുകയും കീഴ്ത്താടി തളർന്ന് ഉമിനീര് ഒലിച്ച് ഇരിക്കുകയാണ് കാണുന്നത്. പലപ്പോഴും ഉടമസ്ഥർ ഇതിനെപ്പറ്റി പേവിഷബാധയാണെന്ന് സംശയിക്കാറേയില്ല. വളർത്തുമൃഗങ്ങൾക്ക് പേവിഷരോഗം ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് വ്യാപകമാണ്. എല്ലാ മൃഗാശുപത്രികളിലും ഇതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
സാധാരണഗതിയിൽ അസുഖമില്ലാത്ത ഒരു നായയെ കുത്തിവെക്കുന്നതിന് നമ്മൾ പറയുന്നത് പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ എന്നാണ്. ആ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ നായക്കുട്ടിയുടെ അമ്മയെ നമ്മൾ നേരത്തെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ 3-ാം മാസം പ്രായമുള്ളപ്പോൾ ആദ്യത്തെ കുത്തിവെപ്പും അതിന് 1 മാസത്തിന് ശേഷം അതിൻ്റെ ബൂസ്റ്ററും പിന്നെ വർഷം തോറും ദാറ്റ് ഈസ് ആനുവൽ ബൂസ്റ്ററായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പൂച്ചയ്ക്കും ഇതേ ഷെഡ്യൂൾ ഓഫ് വാക്സിനേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പേവിഷബാധ ഉള്ള ഒരു നായ നമ്മുടെ ഒരു മൃഗത്തിനെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂൾ ഓഫ് വാക്സിനേഷൻ എടുക്കണം. സാധാരണഗതിയിൽ അത് ചെയ്യുന്നത് കടി കിട്ടിയതിൻ്റെ ഏറ്റവും അടുത്ത ദിവസം, ഏറ്റവും പെട്ടെന്ന് തന്നെ, പിന്നെ 3-ാം ദിവസം, 7-ാം ദിവസം, 14-ാം ദിവസം, 30-ാം ദിവസം, 90-ാം ദിവസം എന്നിങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ ഓഫ് വാക്സിനേഷൻ. കഴിവതും ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഷെഡ്യൂൾ ഓഫ് വാക്സിനേഷൻ നടത്തേണ്ടതാണ്. നായ്ക്കളുടെ കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ടതായ ചില പ്രാഥമിക കർമ്മങ്ങൾ ഇവയാണ്. ഫസ്റ്റ് എയ്ഡായിട്ട് ആദ്യം ചെയ്യേണ്ടത് റണ്ണിങ് വാട്ടറിൽ, ടാപ്പ് വാട്ടറിൽ, അത് ഒഴുകുന്ന വെള്ളത്തിൽ ധാരാളം സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് മുറിവ് കഴുകണം. മുറിവ് കഴിയുന്നതിന് ശേഷം ആൻറ്റിസെപ്റ്റിക്, ടിഞ്ചറൈഡിൻ പോലുള്ള ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ചിട്ട് ആ മുറിവ് മരുന്ന് വരട്ടി എത്രയും വേഗം വൈദ്യസഹായം തേടേണ്ടതാണ്. വളർത്തുന്ന നായ്ക്കൾക്ക് നിർബന്ധമായിട്ടും ലൈസൻസിങ് സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ അതിന് നേതൃത്വം കൊടുക്കണം. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ കണ്ടെത്തി അതിനെ പ്രത്യേകമായിട്ട് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമിന് വിധേയമാക്കുന്നതിനും അതിനെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി അതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് വിവിധ വകുപ്പുകളുടെ, മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും പൊതുജനാരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളുടെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എപ്പോഴും മുന്നോട്ട് വരാൻ തയ്യാറാകുന്ന ഒട്ടനവധി സർക്കാരേതര ഏജൻസികളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ട്, ഒരു കോർഡിനേറ്റഡ് വർക്ക്, ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇതിന് അത്യാവശ്യമായിട്ടുണ്ട്. മറ്റൊരു മാരക ജന്തുജന്യ രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറ ഇനത്തിൽപ്പെട്ട അണുക്കളാണ് രോഗകാരണം. മനുഷ്യരിൽ എലിപ്പനി എലിമൂത്രത്തിൽ നിന്നും ഉണ്ടാകാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് പെറ്റ് അനിമൽസ് അല്ലെ ഓമന മൃഗങ്ങളെ വളർത്തുന്നവർക്കാണ് ഇത് കണ്ടുവരുന്നത്. കാരണം പെറ്റ് അനിമൽസിനെ വളരെ നമ്മൾ ക്ലോസ് ആയിട്ട് അല്ലെ വളരെ താലോലിച്ച് മടിയിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂത്രം പോലത്തെ ശരീരസ്രവങ്ങൾ ശരീരത്ത് പറ്റാനും നമ്മുടെ ശരീരത്തിൽ ത്വക്കിൽ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ശ്ലേഷ്മ സ്തരങ്ങളിൽ ഇതിൻ്റെ മൂത്രമോ അങ്ങനത്തെ ശരീരസ്രവങ്ങളോ തെറിക്കുകയാണെങ്കിൽ അതുവഴി എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുവിന് തുളച്ച് ശരീരത്തിനുള്ളിൽ കയറാൻ കഴിയുന്നുണ്ട്. എലിപ്പനിക്കെതിരെയും വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ കഴിയും. ഒരു ഷെഡ്യൂൾ ഓഫ് വാക്സിനേഷൻ ഉണ്ട്. അത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് 45-ാം ദിവസം ആദ്യത്തെ വാക്സിനേഷൻ എടുക്കുകയും 21 ദിവസത്തിന് ശേഷം അതിൻ്റെ ബൂസ്റ്റർ എടുക്കുകയും പറ്റുമെങ്കിൽ ഒരു ബൂസ്റ്റർ എടുക്കുന്നതാണ് നല്ലത്. വളർത്തുമൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ നിരവധിയാണ്. മറ്റ് മൃഗങ്ങളിൽ നിന്ന് നമുക്ക് സാധാരണഗതിയിൽ പൂച്ചകളിൽ നിന്ന് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞൊരു രോഗം പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ പലതരം വട്ടച്ചൊറി, ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ രോഗങ്ങളൊക്കെ പകർന്നു കിട്ടാൻ സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികൾ എപ്പോഴും എന്ന് പറയുന്നത് കൈ കഴുകാതെ ആഹാരം കഴിക്കും. അതേപോലെ തന്നെ വിരലെടുത്ത് വായിൽ വെക്കും, ഇതിനെ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യും. അതിനെ പലപ്പോഴും പലതരത്തിലുള്ള പരാതങ്ങളുടെ മുട്ടകൾ അല്ലെങ്കിൽ ലാർവകൾ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുകയും അത് 2 തരത്തിലാവാം. ഒന്ന്, ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളിൽ കൂടെ ലാർവ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന തകരാറുകളും സ്കിന്നിൻ്റെ പുറത്തൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന തകരാറുകൾ. അത് ആ വളങ്കടി നമ്മൾ കാണാറുണ്ട് ചെളിവെള്ളത്തിലൊക്കെ കളിക്കുന്ന കുട്ടികളുടെ ശരീരത്ത്. ജന്തുജന്യ രോഗങ്ങൾ അപകടമാം വിധം വർദ്ധിച്ചു വരുന്ന കാലമാണിത്. പന്നിയിൽ നിന്നും കൊതുകു വഴി മനുഷ്യനിലേക്ക് പകരുന്ന ജപ്പാൻ ജ്വരവും കന്നുകാലികളിൽ നിന്നും പകരുന്ന ആന്ത്രാക്സും കാലിക്ഷയവുമൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങളിൽ ഏകദേശം 60% ജന്തുജന്യ രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലുണ്ടായ പുതിയ രോഗങ്ങളുടെ കണക്കുകൾ നോക്കിയാലും, അതായത് എമർജിങ് ഡിസീസ്, അത് നോക്കിയാലും ഏതാണ്ട് 75% പുതിയതായി മനുഷ്യരിലുണ്ടായ രോഗങ്ങളും ജന്തുജന്യ രോഗങ്ങളാണ്. ജൈവായുധമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള അണുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ആ ലിസ്റ്റ് പരിശോധിച്ചാൽ 80% ജന്തുജന്യ രോഗാണുക്കളാണ്. അപ്പം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഈ രോഗങ്ങൾക്ക് പ്രാധാന്യമേറി വരുന്നു. അതിൻ്റെ നിയന്ത്രണത്തിൻ്റെയും പ്രാധാന്യമേറി വരുന്നുണ്ട്. ഭക്ഷണത്തിനായി വളർത്തുന്ന ആടുമാടുകളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ നിരവധിയാണ്. ഭക്ഷണത്തിനായിട്ട് വളർത്തുന്ന നമ്മൾ പ്രധാനമായിട്ട് കന്നുകാലികളെ ആദ്യം എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമായി പറയാവുന്ന രോഗങ്ങൾ മൃഗങ്ങളിൽ പശു, ആട് തുടങ്ങിയ എരുമ തുടങ്ങിയ മൃഗങ്ങളിൽ നിന്ന് പകരുന്നതിൽ
ബ്രൂസല്ലോസിസ് ഒരു പ്രധാന രോഗമാണ്. ക്ഷയം അതുപോലെ ഒരു രോഗമാണ്. പിന്നീട് എലിപ്പനി പടരുന്നുണ്ട്. മറ്റു ചില മാംസജന്യ രോഗങ്ങളുണ്ട്. അതുപോലെ ഇറച്ചിക്കായി വളർത്തുന്ന പന്നികളിൽ നിന്ന് പകരുന്ന ലെപ്റ്റോസ്പൈർ അഥവാ അല്ലെങ്കിൽ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഈ മൃഗങ്ങളിൽ എല്ലാ വളർത്തു മൃഗങ്ങളിൽ നിന്നും പകരുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന മറ്റൊരു രോഗം. ഇതുപോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലും പൊതുവായി കാണപ്പെടുന്ന ചില രോഗങ്ങളുണ്ട്. ഇവയുടെ രോഗാണുക്കൾ പല മാധ്യമങ്ങളിലൂടെയും പകരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. മനുഷ്യനിൽ കാണുന്ന ക്ഷയരോഗാണു മറ്റൊന്നാണ്. പക്ഷേ മൃഗങ്ങളിൽ മറ്റു തരത്തിലുള്ള രോഗാണുക്കളാണുള്ളത്. പക്ഷേ ഈ രോഗാണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും രോഗം പകർത്താനുള്ള സാധ്യതയുള്ളതാണ്. അപ്പം രോഗമുള്ള മൃഗങ്ങളുമായിട്ട് വളരെയധികം ഇടപെടുന്ന ആളുകൾക്ക് രോഗം പകർച്ച ശ്വസനത്തിലൂടെയും അതിൻ്റെ കോണ്ടാക്റ്റിലൂടെയും അതുപോലെ തന്നെ രോഗാണു ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാലോ ഇറച്ചിയോ ഒക്കെ വേണ്ടത്ര നന്നായി പാകം ചെയ്യാതെ ഉപയോഗിക്കുന്നതിലൂടെയുമൊക്കെ രോഗസാധ്യത നിൽക്കുന്നുണ്ട്. ഇത് തിരിച്ചും മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിലേക്കും രോഗമുള്ള ഒരാൾ തുടർച്ചയായിട്ടൊരു പശുവിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ പശുവിനും അതുപോലെ രോഗം തിരിച്ച് കിട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപകടകാരികളായ ജന്തുജന്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രൂസല്ലോസിസ്. ബ്രൂസല്ലോസിസ് യഥാർത്ഥത്തിൽ മനുഷ്യന് വളരെ ലോങ് ടേമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു രോഗമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അത്രയധികം പറഞ്ഞു കേൾക്കുകയോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് വളരെ സുപരിചിതമല്ലെന്നേ ഉള്ളൂ. മൃഗങ്ങളിൽ ഈ രോഗം പ്രധാനമായിട്ടും അബോർഷൻ, അതായത് ഒരു അവസാനത്തെ 3 മാസത്തിനുള്ളിൽ വരുന്ന അബോർഷനായിട്ടാണ് പലപ്പോഴും ആ രോഗം കാണുന്നത്. അപ്പം പ്രധാനമായിട്ട് ഈ രോഗാണു മനുഷ്യനിലേക്ക് എത്താനുള്ള സാധ്യത പ്രത്യുൽപാദന അവയവത്തിൽ നിന്നും അല്ലെങ്കിൽ അബോർഷൻ കഴിഞ്ഞുണ്ടാകാവുന്ന ആ ഒരു സ്രവങ്ങൾ, ചാവിള്ള ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ടത്ര സുരക്ഷിതത്വം എടുത്തില്ലായെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ശുചിത്വം പാലിച്ചില്ല എങ്കിൽ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. മുട്ടയ്ക്കും ഇറച്ചിക്കുമായി വളർത്തുന്ന കോഴികളിൽ നിന്നും മറ്റു പക്ഷികളിൽ നിന്നും മനുഷ്യർക്ക് രോഗമുണ്ടാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. സാധാരണയായി പകരാൻ സാധ്യതയുള്ള ഒരു രോഗം സാൽമണല്ലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പം ആ രോഗം മുട്ടയിലൂടെയും രോഗമുള്ള ഒരു കോഴിയാണെങ്കിൽ അതിൻ്റെ മുട്ടയിലൂടെയും ഈ രോഗാണുവിനെ പുറത്തേക്ക് തള്ളുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആ രോഗമുള്ളവയുടെ മുട്ടയോ ഇറച്ചിയോ ശരിയായ രീതിയിൽ പാചകം ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഭീഷണി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മറ്റെല്ലാ വളർത്തുമൃഗങ്ങളെയും പോലെ പന്നികളും അപകടകാരികളായ രോഗങ്ങൾ മനുഷ്യന് പകർന്നു നൽകാറുണ്ട്. തീർച്ചയായിട്ടും പന്നികൾക്ക് പല രോഗങ്ങളും പകർത്തുന്നതിലൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ഇപ്പോൾ ഒരു തരം വൈറസിനെയും ബാക്ടീരിയയും ഒക്കെ ഒരു ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുന്നതിൽ പ്രത്യേകം ഒരു റോളുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവയിൽ നിന്നും പകരുന്ന രോഗങ്ങളെ പ്രധാനമായിട്ട് മനുഷ്യരിലേക്ക് പകരാവുന്ന രോഗങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ജപ്പാൻ ജ്വരം പറയാം. പക്ഷേ അത് അവയുടെ ഭക്ഷണത്തിലൂടെയല്ല, രോഗമുള്ള പന്നിയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു രോഗസാധ്യത ഉള്ളത്. വളർത്തുമൃഗമല്ലെങ്കിലും മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്ന കുരങ്ങുകളും ചിലപ്പോഴൊക്കെ രോഗവാഹകരാകാറുണ്ട്. പല രോഗങ്ങളും കുരങ്ങുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതായിട്ടും റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഈ രോഗങ്ങളിലൊന്നും തന്നെ കാര്യമായ രോഗങ്ങളൊന്നും നമുക്കിതുവരെ വലിയ റിപ്പോർട്ടില്ല. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കാണുന്ന ചില രോഗങ്ങളുണ്ട്. കർണാടകയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പേവിഷബാധ പകർത്തുന്നതിൽ കുരങ്ങിനൊരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എമർജിങ് ഡിസീസായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യെല്ലോ ഫീവർ, മങ്കി പോക്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ പകർത്തുന്നതിൽ കുരങ്ങിനൊരു നിർണായക സ്ഥാനമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് വിപുലമായ സംവിധാനങ്ങൾ രാജ്യത്തൊരുക്കിയിട്ടുണ്ട്. സർ, ഈ പദ്ധതികളുടെയൊക്കെ ഭാഗമായും അല്ലാതെയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെയേറെ കറവമാടുകളും മറ്റു മൃഗങ്ങളും നമ്മുടെ കേരളത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരുന്ന ഈ മൃഗങ്ങളിൽ ഇത്തരം രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിലും മറ്റ് എൻട്രി പോയിൻറ്റ്സുകളിലുമൊക്കെ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് എന്തെല്ലാം സന്നാഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ചെക്ക് പോസ്റ്റുകളിൽ കുത്തിവെപ്പ് നിർബന്ധമായും ചെയ്യാറുണ്ട്. പക്ഷേ രോഗങ്ങൾ ഇല്ല എന്ന്
വിധത്തിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതായിരുന്നു നടപ്പിലാക്കേണ്ടിയിരുന്നത്. വരും നാളുകളിൽ അത് നടപ്പിലാക്കാനുള്ള സന്നാഹം മൃഗസംരക്ഷണ വകുപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരം ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിൽ കൂടുതലായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഇതര വകുപ്പുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ചെയ്യേണ്ടുന്ന പദ്ധതികൾ വളരെയേറെയുണ്ട്. ഇപ്പോൾ ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സംയോജിച്ചുകൊണ്ട് എന്തെങ്കിലും ഈ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണ പദ്ധതികൾ നിലവിലുണ്ടോ? തീർച്ചയായും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ആരോഗ്യ വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോരോ പഞ്ചായത്തിൻ്റെ കീഴിലും ഈ വിധത്തിലുള്ള ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തനതായ പദ്ധതികൾ നടത്തുന്നുണ്ട്. ചില മേഖലകളിൽ സഹകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ടും അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായിട്ടും മൃഗസംരക്ഷണ വകുപ്പ് നടത്താറുണ്ട്. മൃഗങ്ങളെ വളർത്തുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അവയെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തുക എന്നുള്ളതും അവയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് രോഗങ്ങൾ പകരാതിരിക്കുവാൻ വേണ്ട വാക്സിനേഷൻസ് എല്ലാം എടുത്തുകൊണ്ട് വേണം അവയെ വളർത്തുവാനായിട്ട്. വളർത്തു മൃഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും അതുപോലെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളും ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് അതിനുവേണ്ടി സൗജന്യ നിരക്കിലുള്ള കുത്തിവയ്പ്പുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവയും കർഷകർ സ്വീകരിക്കേണ്ടതാണ്. പ്രകൃതി നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്, ഒപ്പം രോഗങ്ങളും. അവ വരാതെ സൂക്ഷിക്കുക നമ്മുടെ കർത്തവ്യമാണ്. നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നാം ശ്രദ്ധാലുക്കളാകണം. വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം നൽകുകയും മൃഗഡോക്ടർമാരുടെ ഉപദേശം തേടുകയും ചെയ്യേണ്ടത് ജന്തുജന്യ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അനിവാര്യമാണ്. എങ്കിലേ ഈ ഓമനകളെ നമുക്കിങ്ങനെ താലോലിക്കാൻ കഴിയും.